ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ ബോഗൺവില്ലയുടെ പോട്ട് മിക്സ് എങ്ങനെ, അപ്പോൾ പുതിയ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ റീപോർട്ടിംഗ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മുടെ പഴയ ചെടികൾ കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ ചെറിയ ചെടികൾ വാങ്ങിച്ചതായിരുന്നു. അതൊക്കെ ഇത്രയും ഹെൽത്തിയായി നല്ല ബുഷായിട്ട് വളർത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏതൊരു പോട്ട് മിക്സിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇന്ന് നമ്മൾ കാണിക്കണത്. അപ്പോൾ ഞാൻ കൊടുത്ത ഈ ഒരു പോട്ട് മിക്സിൽ എൻ്റെ ചെടികളെല്ലാവരും ഹാപ്പിയാണ്. ചെറിയൊരു പ്ലാന്റ് ആണെങ്കിൽ പോലും അത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് തന്നെ എനിക്ക് എല്ലാ പ്ലാന്റുകളും വളർന്ന് കിട്ടി നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു പോട്ട് മിക്സ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ളത് കേട്ടോ. മിക്കവാറും ആളുകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ ഒരു പോട്ട് മിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല ചുവന്ന മണ്ണ്, ആട്ടിൻകാഷ്ടം, പിന്നെ എല്ലുപൊടി, പിന്നെ ഇത് കുറച്ച് ചകിരി കമ്പോസ്റ്റാണ് കേട്ടോ. ചകിരിച്ചോറ് അല്ല, ചകിരി കമ്പോസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് കഴുകി ഉണക്കേണ്ടതൊന്നുമില്ല, ഇതിന് കറകളൊന്നുമില്ല കേട്ടോ. പിന്നെ മണലാണ് കേട്ടോ. ഞാൻ മണലും ഏകദേശം സെയിം ആയിട്ട് തന്നെ എടുക്കും കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ, ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ പോട്ട് മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അത് ഒരു ചെടി എടുത്തിട്ട് അതെങ്ങനെ റീപോർട്ട് ചെയ്യണത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതപ്പോൾ ഞാനൊരു ചട്ടിയിൽ മണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മണൽ ഒരു 2 കപ്പോളം മണലിട്ട് കൊടുക്കാം. ഈ മണലിട്ട് കൊടുത്താൽ നമ്മുടെ ചെടിയിൽ വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല കേട്ടോ. പിന്നെ കുറച്ച് വളം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിലെ കീടങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് എല്ലുപൊടി പാടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ചകിരി കമ്പോസ്റ്റ് പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ആക്കാം കേട്ടോ. പിന്നെ പറഞ്ഞാൽ മണ്ണിൽ ചെറിയ തരി പോലത്തെ കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ വലിയ കല്ലുകളൊക്കെ ഒന്ന് മാറ്റിയാൽ മതി, അല്ലാത്തതൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവും നമ്മുടെ മണ്ണിൽ, വെള്ളമൊന്നും കെട്ടി നിൽക്കാനൊക്കെ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലുള്ള ഈ വലിയ കല്ലുകളൊക്കെയാണ് ഇതിൻ്റെ ചട്ടിയുടെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ റീപോർട്ട് ചെയ്യാൻ. ചട്ടി ചെറിയ ചെടിയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ചട്ടിയിൽ വെച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം സൈസ് അയക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും പാടെ വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ചെടികൾക്ക് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ വലിയ പോട്ടിലേക്കാണ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് നമ്മുടെ പോട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് നല്ലോണം അടിവളം കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പറഞ്ഞ വളം തന്നെയാണ് അത് ഇതിൻ്റെ അടിവശത്തായിട്ട് നല്ല 2 പിടിയോ 3 പിടിയോ കുഴപ്പമില്ല കേട്ടോ. ആട്ടിൻകാഷ്ടം ഞാനിങ്ങനെ ഇട്ട് കൊടുക്കൽ. അപ്പോൾ 2 പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 പിടി എല്ലുപൊടി പാടെ കേട്ടോ. അപ്പോൾ നമ്മൾ അടിവളം നന്നായിട്ട് കൊടുത്താലുള്ളൂ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുക കേട്ടോ. കുറച്ച് വളം ചേർത്ത് കൊടുത്താൽ അത് വലിച്ചെടുത്താൽ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ കുറച്ച് അടിവളം നന്നായിട്ട് കൊടുക്കുക, പോട്ട് മിക്സിൽ കൂട്ടാതെ തന്നെ കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെടി എടുത്തിട്ട് റീപോർട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ചെടി ഞാൻ ആദ്യം തലേ ദിവസം നനച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് ചട്ടി ഒന്ന് കൊട്ടിയാൽ നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള പോട്ട് മിക്സും പാടെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മുടെ റീപോർട്ടിങ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ലോണം വലുതായിട്ട് അതിൻ്റെ ആ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എൻ്റെ എല്ലാ ചെടികളും റീപോർട്ട് ചെയ്യാറ്. നമുക്കിപ്പോൾ ചകിരിച്ചോറ് അധികം യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇതിൽ. കാരണം മഴക്കാലത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിക്കാരം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹൈബ്രിഡ് ബോഗൺവില്ലയൊക്കെ ഒന്നും അങ്ങനെ മഴയൊന്നും തട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ മണ്ണും മണലും അത് മാത്രമായിട്ട് മതി കേട്ടോ. അപ്പോൾ ഇതാ റീപോർട്ടിങ് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഇനി ഇത് നേരിട്ട് ഞാൻ വെയിലത്ത് കൊണ്ടുപോയി തന്നെയായിട്ട് വെക്കാറ്, ഷെയ്ഡിലൊന്നും എടുത്ത് വെക്കാറില്ല. ചെടികൾക്ക് ഒരു കുഴപ്പമൊന്നും തന്നെ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം വെള്ളം വാർന്നൊക്കെ പോകുന്നൊരു പോട്ട് മിക്സ് ആയിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ബാലക എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കളക്ഷനും പോലെ നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ആദ്യം 100 വെറൈറ്റീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 110 കളക്ഷനോളം ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരെയും പുതിയ ചട്ടിയിലൊക്കെ ആക്കി. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.